സ്തോത്രം. മഹാ ദൈവവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടട്ടെ. സകല മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും ഏകയോഗ്യനായ ത്രിയേക ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ നമ്മുടെയൊക്കെ പ്രാദേശിക സഭകളിൽ അനുഗ്രഹീതമായ ആത്മീയ കൂട്ടായ്മകളും നമുക്ക് ഉണ്ടാകുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മൾ യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ, യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ, പ്രവാചകനായ യോഹന്നാൻ, യേശുക്രിസ്തുവിങ്കൽ നിന്നും പ്രാപിച്ച വെളിപ്പാട് നമുക്ക് പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായി എഴുതി തന്നിരിക്കുന്നു. അതിൽ 5-ാം അധ്യായം, 4-ഉം 5-ഉം അധ്യായങ്ങൾ നമ്മൾ പഠന വിധേയമാക്കി. അതിലെ 5-ാം അധ്യായത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനമാണ് ഇപ്പോൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ ദർശിച്ച, യോഹന്നാന് വെളിപ്പെട്ട് കിട്ടിയ ഏതാണ്ട് 8ഓളം പരാമർശങ്ങളാണല്ലോ ഇന്നലെ നമ്മൾ കണ്ടത്. അതിൽ ഒന്നാമത്തെ പരാമർശം യേശു യഹൂദ ഗോത്രത്തിലെ സിംഹം, രണ്ടാമത്തേത് ദാവീദിന്റെ വേര്. ഇത് രണ്ടും നാം ഇന്നലെ മനസ്സിലാക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് ചെറിയ ഒരു ശ്രമം നടത്തി. രണ്ടിലും ഊന്നി പറയുന്നത് യേശുക്രിസ്തുവിന്റെ അധികാരത്തെയാണ്, യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ കുറിച്ചാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ രാജത്വം. യഹൂദ ഗോത്രം നമ്മൾ കണ്ടു, രാജകീയ ഗോത്രം. യഹൂദ ഗോത്രത്തിലെ സിംഹം യേശുവിന്റെ അജയ്യതയെയും അധികാരത്തെയും ശക്തിയെയും വെളിപ്പെടുത്തുന്നു. ദാവീദിന്റെ വേര്, ദാവീദിന് ദൈവം വാഗ്ദത്തം ചെയ്ത അതിപ്രധാനമായ 2 കാര്യങ്ങൾ: ഒരു പുരുഷ പ്രജ സന്തതി, 2 ഒരു സ്ഥിരമായ സിംഹാസനം. സ്തോത്രം. ഇവിടെ യേശുവിനെ ദാവീദിന്റെ വേര് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദാവീദിന് ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയായിട്ടാണ്, നിത്യരാജാവായിട്ടാണ് യേശു വന്നിരിക്കുന്നതെന്ന സത്യം വിളിച്ചു പറയുന്നു. അപ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന നിലയിലും ദാവീദിന്റെ വേര് എന്ന നിലയിലും യേശു രാജാവാണ്, ഭരണാധിപനാണ്, നിത്യരാജാവാണ്. സ്തോത്രം. ലോകഭരണം മുഴുവനും യേശുവിനായിരിക്കും ലഭിക്കുക എന്നുള്ള സത്യത്തെയാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകാതെ പോയി എങ്കിൽ ചോദിക്കുന്നതിനുള്ള അവസരമുണ്ട്. സ്തോത്രം. ശരി, എങ്കിൽ മറ്റൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതിനാൽ അടുത്തത് നാം കാണുന്നത് യേശുവിനെ കുറിച്ചുള്ള പരാമർശം എന്താണ്, യേശുവിനെ കുറിച്ചുള്ള പഠനത്തിൽ പരിചയപ്പെടുത്തൽ എന്താണ്, യേശുവിനെ പറ്റി പറയുന്നത് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ. ജയം പ്രാപിച്ചവൻ.
ജയാളി, ജയം പ്രാപിച്ചവൻ, അജയ്യൻ. സ്തോത്രം. ദ കോൺകറർ, ദ കോൺകറർ. നമ്മൾ കാണുന്നു അതിൻ്റെ 5-ാമത്തെയും 6-ാമത്തെയും വാക്യങ്ങളിൽ നാം കാണുന്നത് അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. 5-ാം വാക്യത്തിന്റെ അവസാനത്തിലാണ് പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശവും നമ്മൾ നേരത്തെ പഠിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. 2-ാം വാക്യത്തിൽ ശക്തനായൊരു ദൂതൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നത് ഈ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനാര് എന്നുള്ളതാണ്. ഇവിടെ മൂപ്പന്മാരിൽ ഒരുത്തൻ വന്ന് പറയുന്നത് യോഗ്യനെന്നല്ല, ജയം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും ഉള്ള ആളിന്റെ യോഗ്യത എന്താണ്? ജയം പ്രാപിക്കുക എന്നുള്ളതാണ്. ഇവിടെ യേശു ജയാളിയാണ്. യേശു ഇവിടെ ജയാളിയാണ്, അജയ്യനാണ്, ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്തവൻ. സ്തോത്രം. സകല മനുഷ്യരെയും തോൽപ്പിച്ച 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. സകല മനുഷ്യരെയും തോൽപ്പിച്ച 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ: പാപവും മരണവും. വെരി ഗുഡ്. പാപവും മരണവും. സകല മനുഷ്യരും ഈ 2 സംഗതികളുടെ മുൻപിൽ പരാജിതരാണ്. സകല മനുഷ്യരുടെയും പരാജയമാണ്. മഹാനായ അലക്സാണ്ടറിനെ എടുത്താലും നെപ്പോളിയനെ എടുത്താലും ഭയങ്കര കായികാഭ്യാസിയായിരുന്ന ബ്രൂസ്ലിയെ എടുത്താലും ലോകത്തിലെ ഏത് സെലിബ്രിറ്റിയെ, താരങ്ങളെ എടുത്താലും, എത്രയും വലിയ ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള ഭരണാധിപന്മാരെ, ഡിക്റ്റേറ്റേഴ്സിനെ, ഫറവോൻ തുടങ്ങി നെബുക്കദ്നേസർ തുടങ്ങി ഏത് ശക്തന്മാരായ ഭരണാധിപന്മാരെ എടുത്താലും അവരെല്ലാവരും കീഴടങ്ങിയ ഏറ്റവും പൊതുവും പ്രധാനവുമായ 2 സംഗതികളാണ്. ഒന്ന് പാപം, മറ്റൊന്ന് മരണം. അലക്സാണ്ടർ മഹാരാജാവിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. നാറു യൗവനത്തിലാണ് താൻ മരിക്കുന്നത്. നാറു യൗവനത്തിൽ. സ്തോത്രം. തന്റെ മരണം കൊണ്ട് ആർക്കും പ്രയോജനമില്ലാതെ പോയി. എന്നാൽ ഏതാണ്ട് അതേ പ്രായത്തിൽ വേറെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചായിരുന്നു. യേശുക്രിസ്തു. ഹല്ലേലൂയ. സ്തോത്രം. ഏതാണ്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ച അതേ പ്രായം, ഏകദേശം 33 വയസ്സ്. അലക്സാണ്ടറിന്റെ മരണം കൊണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും പോലും പ്രയോജനം ഉണ്ടായില്ല. ദാനിയേൽ 8-ാം അധ്യായവും 11-ാം അധ്യായവും ഒക്കെ വായിച്ചാൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട്, മേ ബി 7 years, ഏകദേശം 7ഓളം വർഷങ്ങൾ കൊണ്ട്, 7 to 10, ഏകദേശം 7ഓളം വർഷം കൊണ്ട് തൻ്റെ
താമ്ര ബ്രൈസൺ സ്വാഡ്, താമ്ര വാളുകളാൽ വെട്ടിപ്പിടിച്ച അന്ന് അറിയപ്പെട്ട മുഴു ലോകവും. പക്ഷേ തനിക്ക് ഇരുന്ന് ഭരിക്കാൻ കഴിയാതെ തന്റെ 4 മിലിറ്ററി ജനറൽസിന്, പട്ടാള മേധാവികൾക്ക് വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ അവർ പകുത്തെടുത്തു എന്നുള്ളതാണ്. വിട്ടുകൊടുത്തിട്ട് താൻ മരിച്ചു. തനിക്കൊരു തലമുറ പോലും ആ സമയത്തെ സിംഹാസനത്തിൽ ഇരിക്കാൻ തൻ്റെ പിന്മുറക്കാരനായിട്ടില്ലായിരുന്നു. തന്റെ മരണം കൊണ്ടൊരു പ്രയോജനവുമില്ലാതെയായി തീർന്നു. എന്നാൽ ഏകദേശം അതേ പ്രായത്തിലാണ് മധ്യ പൗരസ്ത്യ ദേശത്ത് മറ്റൊരു ചെറുപ്പക്കാരൻ മരിച്ചത്. സ്തോത്രം. നെപ്പോളിയനും മുസോളിനിയും ഒക്കെ പറഞ്ഞതുപോലെ ഇവരൊക്കെ വാളിന്റെ വായ്ത്തലയാൽ രക്തച്ചൊരിച്ചിൽ കൊണ്ട് സാമ്രാജ്യങ്ങളെ പടുത്തുയർത്തി. പക്ഷേ അവരുടെ പലരുടെയും ആയുഷ്കാലത്ത് തന്നെ അവരെ പണിതുയർത്തിയ സാമ്രാജ്യങ്ങളൊക്കെ തകർന്നടിയുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കാണേണ്ട നിർഭാഗ്യകരമായ അവസ്ഥയുണ്ടായി. എന്നാൽ നസറായനായ യേശു എന്ന ഒരു തച്ചൻ നിരായുധ രക്തരഹിത വിപ്ലവം കൊണ്ട് ഒരു സ്നേഹ സാമ്രാജ്യം പടുത്തുയർത്തി. പക്ഷേ അത് ഇന്നും നിലനിൽക്കുന്നു. അതിനെ തച്ചുടയ്ക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതെ, സ്തോത്രം. പറഞ്ഞു വന്നതിന്റെ സാരം, ഈ പറയപ്പെട്ട മഹാരഥന്മാരെല്ലാം പാപത്തിനും മരണത്തിനും ഒരു വ്യവസ്ഥകളും കൂടാതെ അടിപ്പെട്ടപ്പോൾ യേശു ഇതാ ഇവിടെ നിവർന്നു നിൽക്കുന്നു, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. നമ്മൾ അടവി തരിക്കളിനിടയിൽ എന്ന പാട്ടിനകത്ത് പാടുന്നത് പോലെ, സ്തോത്രം, വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ, മഹാസൗന്ദര്യ സമ്പൂർണനെ. വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ, വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. അതെ, ലോകത്തുള്ള സകല മഹാന്മാരെയും സകല ദിവ്യന്മാരെയും പൂജ്യന്മാരെയും പിടിച്ചു നിർത്തിയാലും എൻ്റെ യേശു അവരിൽ നിന്നെല്ലാം എപ്പോഴും എല്ലാറ്റിലും ഉയർന്നു നിൽക്കുന്നവനാണ്. സ്തോത്രം. യേശുവിന്റെ നിസ്തുലത, പ്രൈസ് ഗാഡ്. അവൻ അജയ്യനാണ്. സകല മനുഷ്യരെയും പരാജയപ്പെടുത്തിയ പാപത്തെയും സകല മനുഷ്യരും മനസ്സില്ലാ മനസ്സോടെ അടിപ്പെട്ടുപോയ മരണത്തെയും തൻ്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഉയർപ്പ് കൊണ്ടും ജയിച്ചടക്കി അജയ്യനായി യേശു ഇന്നും നിലനിൽക്കുന്നു എന്ന വസ്തുത എനിക്കും നിങ്ങൾക്കും ഏറെ ആനന്ദകരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. പാപത്തെ യേശു തൻ്റെ ജീവകാലത്തും തൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ടും തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാലും മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടും, സ്തോത്രം, നിലനിൽക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുഭക്തരായ നമുക്ക് ആവേശവും ആനന്ദവും പകരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിങ്കലേക്ക് നമ്മളെ ആകർഷിക്കേണ്ടത് യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളൊന്നുമല്ല. 5 അപ്പം കൊണ്ട് ആയിരങ്ങളെ പോഷിപ്പിച്ചതോ, വെള്ളത്തിന്റെ മേൽ നടന്നതോ, കുഷ്ഠരോഗിയെ മറ്റു രോഗികളെയൊക്കെ സൗഖ്യമാക്കിയതോ ഒന്നുമല്ല. ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കിയത് പോലുമല്ല. യേശുവിങ്കിലേക്ക് നമ്മെ ആകർഷിക്കേണ്ട പ്രധാന ഘടകം,
സ്തോത്രം. പിന്നെന്താണ്? യേശുവിന്റെ പരിശുദ്ധമായ ജീവിതം നമ്മെ ആകർഷിക്കണം. സ്തോത്രം. യേശുവിനെ കൊടുക്കാൻ കഴുകൻ കണ്ണുകളുമായി പുറകെ കൂടിയ മനുഷ്യരോടാണ് പരസ്യമായിട്ട് യേശു ചോദിച്ചത്, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുന്നു? സ്തോത്രം. യേശുവിനെ നമുക്കറിയാം പല കോടതികളിൽ വിസ്തരിച്ചു. ഇന്നലെ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തിരുവെഴുത്തുകൾ വായിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു കോടതിയെക്കുറിച്ചും കൂടെ എനിക്ക് ബോധ്യം വന്നു. യേശുവിനെ വിസ്തരിച്ച ഒരു കോടതി കൂടെ. നമുക്കറിയാം യേശുവിനെ എത്ര കോടതികളിൽ വിസ്തരിച്ചു എന്നല്ലേ? 5. കയ്യഫാവിന്റെയും ഹന്നാസിന്റെയും സൻഹദ്രീൻ സംഘത്തിന്റെയും 3 മത കോടതികളിൽ, പിന്നെ 4 പീലാത്തോസിന്റെ കോടതിയിൽ, 5 ഹേരോദാവിന്റെ, അങ്ങനെ 5 കോടതികളിൽ എത്ര പ്രാവശ്യം വിസ്തരിച്ചെന്നും നമുക്കറിയാം. 6 അതെ, 6 പ്രാവശ്യം. ചിലർ 7 എന്നും പറയുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം. ലൂക്കോസ് 23:22 ലൂക്ക് 23:22 അവിടെ നാം കാണുന്നു, പീലാത്തോസ് മൂന്നാമതും അവരോട്. അപ്പോൾ മൂന്നാമതും എന്ന് പറഞ്ഞതുകൊണ്ട് പീലാത്തോസിന്റെ കോടതിയിൽ 3 പ്രാവശ്യം വിസ്തരിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അതിന് ന്യായമില്ല. കാരണം ആദ്യം പീലാത്തോസിന്റെ അടുക്കൽ, പീലാത്തോസ് ഹെരോദാവിന്റെ അടുക്കൽ വിട്ടു, ഹെരോദാവിന്റെ അടുക്കൽ നിന്ന് മടക്കി പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് 2ആയിട്ട് മാത്രം കണ്ടാൽ മതി. എന്നാൽ ചിലര് അത് വെച്ച് 3 പ്രാവശ്യം പീലാത്തോസിന്റെ കോടതിയിൽ വിസ്തരിച്ചെന്നും അങ്ങനെ 7 പ്രാവശ്യം 5 കോടതികളിൽ വിസ്തരിച്ചുവെന്നും ഒരു പറച്ചിലുണ്ട്. അത് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇത് നമ്മൾ പാരമ്പര്യമായി കേട്ടുവരുന്ന ഒരു സത്യമാണ്. 5 കോടതികളിൽ, 3 മത കോടതികളിലും 2 സിവിൽ കോടതികളിലും, ഈ 5 കോടതികളിൽ 6 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചു വന്നു. ഇന്നലെ എൻ്റെ വായനയിലും പഠനത്തിലും എൻ്റെ ശ്രദ്ധ പോയത് ഒരു കോടതിയും കൂടെ അവിടെയുണ്ട്. മനസ്സിലായോ ആർക്കെങ്കിലും? അത് ഏത് കോടതിയാണെന്ന്? പട്ടാളക്കാരുടെ കർത്താവിനെ ക്രൂശിച്ച ശതാധിപനോട് ചേർന്ന്. അല്ല, ശതാധിപൻ കോടതിയുടെ വിധി നടപ്പാക്കിയെന്നേ ഉള്ളൂ. ദൈവത്തിന്റെ കോടതിയിൽ യേശുവിനെ ശിക്ഷിച്ചെന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഭാഗം തന്നെയാ ലൂക്കോസ് 23-ാമത്തെ അധ്യായത്തിലാണ്. ന്യായാധിപ സംഘമാണോ? ന്യായാധിപ സംഘം ഓൾറെഡി ചെയ്തു കഴിഞ്ഞിരുന്നു, യേശുവിനെ വിസ്തരിച്ചു കഴിഞ്ഞിരുന്നു. അത് നമ്മൾ കൂട്ടി. കയ്യഫാവിന്റെയും ഹന്നാവിന്റെയും ന്യായാധിപ സംഘം, സൻഹദ്രീൻ സംഘം എന്ന് പറഞ്ഞത് അതാണ് ന്യായാധിപ സംഘം. അത് ഓൾറെഡി നമ്മൾ കൂട്ടി. ഏതാണ്ട് അതുപോലെ തന്നെയുള്ളതാ എനിക്ക് തോന്നുന്നു. മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയെന്നുള്ളതാണോ? ഇല്ല, അതാണ് ഹന്നാവിന്റെ കയ്യഫാവിന്റെയും പറഞ്ഞത്. അവരാണ് മഹാപുരോഹിതന്മാർ. Is it the public, the crowd? Of course. Yeah, you are right.
സ്തോത്രം. പൊതുജനം, ജനസമൂഹം, ദ പബ്ലിക് പ്രോസിക്യൂഷൻ. Final decision has been made from the procurator Pilate, but he was insisted by the public when he put Jesus before them. പീലാത്തോസ് റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധിയാണ്, കൈസറിന്റെ പ്രതിനിധിയാണ് പീലാത്തോസ്. ഗവർണർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. നമ്മുടെ ഗവർണറും അങ്ങനെയാണല്ലോ. നമ്മുടെ രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് ഓരോ സംസ്ഥാനത്തിലെയും ഗവർണർമാർ. അതുപോലെ ഈ പീലാത്തോസും ചക്രവർത്തിയുടെ, കൈസറുടെ പ്രതിനിധിയാണ്. താനാണ് ക്രൂശിച്ചു കൊല്ലാൻ വിധിച്ചയാൾ, വിധിക്കാൻ അധികാരമുള്ളയാൾ. പക്ഷെ തനിക്കൊരു തീരുമാനം എടുക്കാൻ വയ്യ. കാരണം ഈ 5 കോടതികളും മാറി മാറി 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും യേശുവിൽ കുറ്റമൊന്നും കണ്ടില്ല. പീലാത്തോസ് അത് ഈ 23-ാം അധ്യായത്തിന്റെ 4, 15, 22 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഒടുവിൽ കേസിന് വിധി പറയാൻ ഈ ന്യായാധിപൻ യേശുവിനെ പൊതുജന സമക്ഷം നിർത്തി. സ്തോത്രം. ഒടുവിൽ വിധി പറഞ്ഞത് അവരാണ്. 22ഉം 23ഉം വാക്യം ഒന്ന് വായിച്ചോളൂ. ലൂക്കോസ് 23-ാം അധ്യായത്തിന്റെ ലൂക്ക് 23, 22 and 23. For the third time he spoke to them, "Why, what crime has this man committed? I have found in him no grounds for the death penalty. Therefore I will have him punished and then release him." But with loud shouts they insistently demanded that he be crucified, and their shouts prevailed. Yes. This is the prosecution by the public. Verdict, even the verdict by the public. Just to satisfy the insistent, compulsory demand of the public, undesirably, without joy, this Pilate gave Jesus up unto them. പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാൻ ആവോളം ശ്രമിച്ചു. വിട്ടയക്കാമായിരുന്നു, തനിക്കതിന് അധികാരമുണ്ട്. പക്ഷേ വക്കീലന്മാരുടെ വാദം കേട്ടില്ലേ? നീ വിട്ടയച്ചാൽ നീ കൈസറുടെ സ്നേഹിതനല്ലെന്ന്. ഇങ്ങനെയാ പലപ്പോഴും വാദം. അവിടെ ന്യായത്തിനല്ല വിഷയം. ഏതായാലും വിട്ടയക്കാൻ അധികാരമുണ്ടായിരുന്ന പീലാത്തോസ് തന്റെ അധികാരം ഉപയോഗിക്കാതെ ജനത്തെ സന്തോഷിപ്പിക്കാൻ പൊതുജനത്തിന്റെ, പുരുഷാരത്തിന്റെ ആവശ്യത്തിന് വഴങ്ങിക്കൊടുത്തു. ഇത് ഒരു 6ാമത്തെ കോടതിയായി നമുക്ക് വേണമെങ്കിൽ കാണാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പുരുഷാരം, പൊതുജനം അവരാ തീരുമാനമെടുത്തത്. ഇവനെ ക്രൂശിക്കാം. പക്ഷേ നമുക്ക് എന്തൊരു അഭിമാനമാണ്
ഞാൻ പരസ്യ സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ ഇത് വിളിച്ചു പറയാറുണ്ട്. ഞങ്ങളുടെ കർത്താവിനെ ക്രൂശിച്ചു കൊന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജയില്ല. കാരണം യേശു മരിച്ചത് തൻ്റെ പാപങ്ങൾ നിമിത്തമല്ല, തൻ്റെ തെറ്റുകൾ നിമിത്തം അല്ല. സ്തോത്രം. അത് നമുക്ക് അഭിമാനമാണ്. പ്രൈസ് ഗാഡ്. സ്തോത്രം. അങ്ങനെ യേശു പാപം ചെയ്യാതെ, പാപത്തിന് വശംവദനാകാതെ, പാപത്തിന് വിധേയപ്പെടാതെ സകല മനുഷ്യരെയും കീഴ്പ്പെടുത്തിയ പാപത്തെ തൻ്റെ കാൽ കീഴിലാക്കിക്കൊണ്ട് യേശു ജീവിച്ചു, മരിച്ചു, ഉയർത്തു. യേശു അജയ്യൻ എന്ന് പറയുമ്പോൾ ഇത് നാം ഓർക്കണം. സ്തോത്രം. 2, സകല മനുഷ്യരെയും കീഴ്പ്പെടുത്തിയത് മരണം. എന്നാൽ യേശു മരിച്ചു എന്നത് സത്യമാണ്. പക്ഷേ മരിക്കാതിരുന്നു കൊണ്ടല്ല യേശു മരണത്തെ കീഴ്പ്പെടുത്തിയത്. മരിച്ച് അടക്കപ്പെട്ടിട്ട്, ഇന്നാ മരണമേ, ഞാൻ എന്നെ നിനക്ക് വേണ്ടി നിനക്കായിട്ട് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുന്നു, നിനക്കെന്നോട് ചെയ്യാവുന്നതൊക്കെ ചെയ്തോളൂ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് യേശു മരണത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തിയത്. യേശുവിനെ കൊന്നതാണോ? സത്യത്തിൽ കൊന്നതല്ല. പിന്നെന്താ? തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു. പ്രൈസ് ഗാഡ്. തന്നെ താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഹി ഗേവ് ഹിംസെൽഫ് അപ്പ്. സ്തോത്രം. തന്നെ താൻ ശത്രുക്കൾക്കും മരണത്തിനും വിധേയപ്പെടുത്തി കൊടുത്തിരുന്നു. അങ്ങനെ മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ വളരെ മനോഹരമായൊരു വാക്യം പത്രോസ് തന്റെ ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞു. ആക്ട്സ് 2:24. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. എന്ത് മനോഹരമായ വാക്യമാണ്. സ്തോത്രം. മരണത്തിന് യേശുവിനെ മരണത്തിന്റെ വക്രത്തിനകത്ത് പിടിച്ചൊതുക്കി വെക്കുന്നത് അസാധ്യമായിരുന്നു. സ്തോത്രം. യേശു മരിക്കാഞ്ഞിട്ടല്ല, മരിക്കാതെ മരണത്തിൽ നിന്ന് കുതറി മാറിയല്ല യേശു ജയിച്ചത്. യേശു തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ശിംശോൻ പലപ്പോഴും ചെയ്തു വന്നതുപോലെ താൻ ഏറ്റവും ഒടുവിൽ പാപത്തിന് കീഴ്പ്പെടുന്നതിന് മുമ്പ് വരെ അവൻ ചെയ്തിരുന്നത്, നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്തു. ദലീലയോടും പല പ്രാവശ്യം പറഞ്ഞല്ലോ, എന്നെ കയറ് കൊണ്ട് കെട്ട്, എൻ്റെ ജടകൾ ആണി അല്ലെങ്കിൽ കുറ്റിയടിച്ച് തറയോട് ചേർത്ത് വയ്ക്ക്, ഒക്കെ ചെയ്തു. അപ്പോൾ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാഞ്ഞല്ല. ശിംശോൻ അജയ്യനായി ആദ്യം ഇരുന്നത്, അതുപോലെ യേശു ഏൽപ്പിച്ചു കൊടുത്തതാ, ഞാൻ മരിക്കുന്നു. യേശു മരിച്ചു. മരിച്ചെന്ന് പടയാളികൾ തന്റെ വിലാപ്പുറം കുത്തിത്തുളച്ച് ഉറപ്പുവരുത്തി. ഇനി ഒരു കാരണവശാലും ജീവിക്കില്ല. ആന്തരിക അവയവങ്ങളെല്ലാം കുത്തിത്തുളച്ചു. അതുകൊണ്ടാണ് വിലാപ്പുറത്ത് കുത്തുന്നത് വലത്തുവശത്ത് നിന്ന, ഇടത്തുവശത്തു നിന്നല്ല. രക്തവും വെള്ളവും വാർന്നുപോയി. ഇനി ഒട്ടും രക്തവും വെള്ളവും ശരീരത്തില്ല.
ഒടുവിൽ ഗുഹ പോലെയുള്ള കല്ലറയിൽ കൊണ്ടടക്കം ചെയ്തു. പൊതുവെ അവിടുത്തെയൊക്കെ കല്ലറകൾ അങ്ങനെയാ. നമുക്ക് അബ്രഹാം തന്റെ ഭാര്യയെ അടക്കിയതും മക്പേല ഗുഹ, ഇതും അതുപോലെ തന്നെ പാറയിൽ വെട്ടിയെടുത്ത ഒരു കല്ലറ. വലിയ പാറ കൊണ്ട് തന്നെ അതിന് അടപ്പുണ്ടാക്കി. ആ അടപ്പ് രാജാവിന്റെ, റോമൻ ഗവൺമെന്റിന്റെ മുദ്ര കൊണ്ട് അടച്ചു ഭദ്രമാക്കി. പടയാളികളെയുമാക്കി. 24 മണിക്കൂറും സന്ധിരിയുണ്ട്. ഇതെല്ലാം ചെയ്തു. പക്ഷേ മരിച്ച, അടക്കപ്പെട്ട, മാറ് കുത്തിത്തുളയപ്പെട്ട, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട, രാഷ്ട്രീയ അധികാരം കൊണ്ട് മുദ്ര വെച്ച, പട്ടാള ശക്തി കൊണ്ട് കാവല് വെച്ച ആ യേശു പക്ഷെ എന്ത് ചെയ്തു? ദ്രവത്വം കാണാൻ കഴിയാതെ, ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. ജീസസ് ദ കോൺകറർ, ജീസസ് ദ കോൺകറർ. യേശു ജയാളിയാണ്. പാപത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു. ഈവൻ മരണത്തെ ജയിച്ചപ്പോൾ തന്നെ യേശു കുറഞ്ഞത് 6 ശക്തികളെയെങ്കിലും തോൽപ്പിച്ചു എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? When Jesus rose again, he conquered at least 6 powers. At least 6 powers. I have shared many a times. വാഴ്ചകളും അധികാരങ്ങളും അതാണോ? വാഴ്ചകളും അധികാരങ്ങളും അല്ല, അതല്ല. രാഷ്ട്രീയ ശക്തി, റോമൻ പവർ. റോമൻ പവർ എന്നുള്ളതിനെയാണ് നമുക്ക് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ദ പൊളിറ്റിക്കൽ പവർ ഓഫ് ദ റൂളിംഗ് ഗവൺമെന്റ്. രാഷ്ട്രീയ ശക്തിയെ യേശു ജയിച്ചു. അതാണ് റോമൻ പവറിനെ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് പാപത്തിന്റെ ശക്തിയെ ജയിച്ചു എന്ന് പറയാം. അപ്പോൾ ഈ 6 കൂടുതൽ വരും അതിലേക്ക്. ഓക്കെ, he defeated, he conquered sin. പൈശാചിക ശക്തി. Satanic power, സാത്താന്യ ശക്തിയെ യേശു ജയിച്ചു. റിലീജിയസ് പവർ, മതശക്തിയെ യേശു ജയിച്ചു. മിലിറ്ററി പവർ, മിലിറ്ററി പവർ. മരണത്തെ ജയിച്ചു. മരണത്തെ ജയിച്ചു. ദ നാച്ചുറൽ പവർ ഓഫ് ഡെത്ത്. മരണം എന്ന പ്രാകൃത അല്ലെങ്കിൽ പ്രകൃതിയുടെ നൈസർഗിക ശക്തിയെ ജയിച്ചു. അറ്റ്ലീസ്റ്റ് വൺ മോർ. ദ്രവത്വം. യെസ്, ദ നാച്ചുറൽ പവർ ഓഫ് ഡീകേ, മോർട്ടാലിറ്റി. നൈസർഗികമായ ദ്രവത്വം എന്ന ശക്തിയെയും യേശു ജയിച്ചു. ദൈവം തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിച്ചില്ല, സമ്മതിക്കുകയുമില്ല എന്ന പ്രവചനം 16-ാം സങ്കീർത്തനത്തിലേത് യേശുവിൽ നിറവേറി. അങ്ങനെ ഇവയെ എല്ലാം ജയിച്ചു. അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ ഇനിയുമുണ്ട്. സ്തോത്രം. He satisfied the righteous demand of God, his righteousness, his statutes. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്.
ഇവയെ മുഴുവനും കൂടെ യേശു ജയിച്ചടക്കി. യേശുവിന് കീഴ്പ്പെടാത്ത യാതൊരു ശക്തിയും ഇല്ല. സകലത്തിന്മേലും യേശു ജയാളിയായി. സകലത്തിന്മേലും യേശു ഉയർത്തപ്പെട്ടു. വാഴ്ചകളും അധികാരങ്ങളും എന്നൊക്കെ ഉള്ളതെല്ലാം സാത്താൻ എന്ന ഒരു പദത്തിനകത്ത് ഒതുങ്ങും കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് അത് നമ്മൾ വേറെ ആയിട്ട് എടുത്തില്ല. സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ജയിച്ച ഒരാളിന് മാത്രമേ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപിതാവിന്റെ കയ്യിൽ നിന്ന് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്രകൾ തുറക്കുവാനും അധികാരമുള്ളൂ, യോഗ്യതയുള്ളൂ. അതാണ് യേശുവിന്റെ അജയ്യത. ഹി conquered. He is the conqueror. യേശു ജയാളിയാണ്. Praise God. സ്തോത്രം. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. അതാണ് ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്ന മൂന്നാമത്തെ കാര്യം. അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. വെളിപ്പാട് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ച മൂന്നാമത്തെ കാര്യമാണ് യേശു ജയം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും വിശദീകരണം? ഒന്നുമില്ല. ഈ കർത്താവായ യേശുവിൽ വിശ്വസിപ്പാൻ കർത്താവ് നമുക്കും മഹാഭാഗ്യം നൽകി. നമ്മൾ പിൻപറ്റുന്നത് ഒരു തോറ്റ ദൈവത്തെ അല്ല. നമ്മൾ പിൻപറ്റുന്നത് എന്തിനെയെങ്കിലും ഭയപ്പെടുന്ന ദൈവത്തെ അല്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, നാം സേവിക്കുന്ന ദൈവം മരിച്ച ദൈവമല്ല. നാം സേവിക്കുന്ന ദൈവം വെറും ജീവനുള്ള ദൈവവുമല്ല. ജീവനുള്ളവൻ മാത്രമായിരുന്നെങ്കിൽ നാളെ മരിക്കും എന്ന ഒരു ആശങ്ക ഉണ്ടാകാമായിരുന്നു. എന്നാൽ യേശു കേവലം ജീവനുള്ളവനല്ല, പിന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. സ്തോത്രം. മരിച്ചിട്ട് വെറുതെ ഉയർത്തവനുമല്ല. സ്തോത്രം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. വെളിപ്പാട് 1:18. Revelation 1:18. I am the living one. I was dead, and behold, I am alive forever and ever, and I hold the keys of death and Hades. ഹല്ലേലൂയ. ഞാൻ മരിച്ചവനായിരുന്നു. ലാസർ ഉയർത്തതുപോലെ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണോ? അല്ല. ഹല്ലേലൂയ. I am alive forever and ever. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി അവൻ ഉയർത്തിരിക്കുന്നു. ഇനിയും അവന്റെ മേൽ മരണത്തിന് അധികാരം ഇല്ല. സ്തോത്രം. Death is defeated. മാത്രമല്ല, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലും കർത്താവിന്റെ കയ്യിലാണ് ഉള്ളത്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ പലയിടത്തും ഗ്രാമങ്ങളിലും കൊച്ചു ചെറിയ ടൗൺഷിപ്പുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ചില വീടുകളിലെ കാരണവത്തിമാര് അവിടുത്തെ അമ്മച്ചിമാരാ. ആ വീടിന്റെ
ഈ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ധാന്യപ്പുരയുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ വീടും വലിയ വേറെ മുറിയൊന്നുമല്ല, വീട്ടിനകത്ത് തന്നെ നമ്മുടെ നാട്ടിലെ പത്തായം പോലെ, ചിലപ്പോൾ ചിലയിടത്ത് മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ പണം സൂക്ഷിക്കുന്ന, ആഭരണം സൂക്ഷിക്കുന്ന തിജോരി എന്ന് പറയാറുണ്ട്. വീട്ടിൽ വെക്കുന്ന ലോക്കറുകളാണ്. അവരുടെ മാത്രമേ പൈസയും ധാന്യങ്ങളും ഒക്കെ കാണത്തുള്ളൂ. ഈ ചില വീടുകളിലെ അമ്മച്ചിമാര് ഇതെല്ലാം പൂട്ടി അതിന്റെ താക്കോല് ഇവരുടെ അടിപ്പാവാടയുടെ വള്ളിയിൽ കെട്ടിയിട്ടേക്കും, അല്ലെങ്കിൽ സാരിയുടെ കോന്തലക്കൽ കെട്ടിയിട്ടേക്കും. ഉറങ്ങുന്ന നേരത്ത് പോലും ഇത് അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. ഈ സാരിയുടെ കോന്തലക്കലാ കെട്ടിയിട്ടിരിക്കുന്നതെങ്കിലും ആ കോന്തലെടുത്ത് ഈ അരയിൽ തിരികി അകത്തേക്ക് വെച്ചേക്കും. അപ്പം ഇവർക്ക് ഇത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഏതാണ്ട് അതുപോലെ അങ്ങ് പറയുക. അതിനേക്കാളൊക്കെ ഒത്തിരി സൂപ്പർലേറ്റീവ് ആണിത്, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. യേശു കർത്താവിന്റെ പക്കലാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. അത്രയ്ക്കും ക്രിസ്തു അജയ്യൻ. ഈ കർത്താവിനെ പിൻപറ്റുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. ഈ അജയ്യനായ ക്രിസ്തുവിന്റെ പിൻഗാമികളാണ് നാം എന്നതിനാൽ നാമും ജയാളികൾ. നമ്മെയും കർത്താവ് ജയാളികളാക്കും. അല്ല, വെറും ജയാളികളല്ല. പൗലോസ് പറയുന്നത് മോർ ദാൻ കോൺകറേഴ്സ്. ഹല്ലേലൂയ. അവിടെ വേറെ ഒരു പദമില്ല, ഭാഷയില്ലാത്തത് കൊണ്ട് പൗലോസ് ഒരേ അർത്ഥം വരുന്ന സൂപ്പർലേറ്റീവായ പദങ്ങളെ ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിക്കുന്നു. റോമർ 8 അവസാന വാക്യങ്ങളിലാണ് നാം കാണുന്നത്. മലയാളത്തിൽ നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ജയവന്തോസെ ബഡ്കർ എന്നാണ് ഹിന്ദിയിൽ. ഇംഗ്ലീഷിലും അത് തന്നെ. വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. സ്തോത്രം. പ്രിയരെ, നാം ഭാഗ്യമുള്ളവരാ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ യേശുവിനെ നമുക്ക് പിൻഗമിക്കാം. സ്തോത്രം. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. പ്രൈസ് ഗോഡ്. റോമൻസ് 8:37. സ്തോത്രം. മറ്റ് ചോദ്യങ്ങളില്ലെങ്കിൽ ഒരു കാര്യവും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ചോദ്യമൊന്നും ഇല്ലല്ലോ. ശരി, അടുത്തത് 4-ാമത്തെ കാര്യം. യേശുവിനെ പറ്റി എന്താ വെളിപ്പാട് 5-ാം അധ്യായം പറയുന്നത്? അറുക്കപ്പെട്ട കുഞ്ഞാട്. സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാട്. lamb slain. അറുക്കപ്പെട്ട കുഞ്ഞാട്. 2 മൃഗങ്ങളുടെ സാദൃശ്യം നമുക്കിവിടെ കാണാം. 2 analogies from the animal kingdom. യേശുക്രിസ്തുവിനെ സദൃശീകരിക്കുന്ന മൃഗലോകത്തിൽ നിന്നുള്ള 2 സാദൃശ്യങ്ങൾ. ഒന്ന് നമ്മൾ കണ്ടു, സിംഹം. അത് രാജകീയതയെ കാണിക്കുന്നെന്ന്, അത് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത അവസ്ഥയെ കാണിക്കുന്നെന്ന്, നിർഭയതയെ കാണിക്കുന്നു. സിംഹഹൃദയൻ എന്നൊക്കെ പറയാറില്ലേ? നിർഭയത. ലയൺ ഹാർട്ടഡ് പേഴ്സൺ. ഫിയർലെസ്നെസ്. അഗെയിൻ കോൺക്വറിംഗ് നേച്ചർ. ജയിച്ചടക്കുന്ന പ്രകൃതം.
ഭരണം നടത്തുന്ന അവസ്ഥ. ഇതൊക്കെയാണ് സിംഹം എന്ന സാദൃശ്യത്തിന്റെ അർത്ഥം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ രണ്ടാമത്തെ സാദൃശ്യം ഒരു കുഞ്ഞാടിൻ്റെതാണ്. എല്ലാം ഒരു കുഞ്ഞാട്. കുഞ്ഞാട് നമുക്കറിയാം മീക്ക്നെസ്, സൗമ്യതയെ കാണിക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ എടുത്തു പറയുന്ന കാര്യം മാത്രം പറഞ്ഞങ്ങ് പോകാം. കുഞ്ഞാട് ഒരു യാഗമൃഗമാണ്. കുഞ്ഞാട് ഒരു യാഗവസ്തുവാണ്. മനുഷ്യർ തങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിന് യാഗമായി അർപ്പിക്കുന്ന മൃഗം. അപ്പോൾ യേശു ഇവിടെ കുഞ്ഞാട് എന്നതുകൊണ്ട് കുഞ്ഞാടിന്റെ സാദൃശ്യത്താൽ എന്താണ് പറയുന്നത്, ചിത്രീകരിക്കുന്നത്? As a sacrificial animal to be slain. യെസ്, പെസഹ കുഞ്ഞാട്. സ്തോത്രം. പെസഹ കുഞ്ഞാട്, യാഗം മൃഗം, എ സാക്രിഫിഷ്യൽ അനിമൽ. സ്തോത്രം. പക്ഷെ ഈ കുഞ്ഞാട് ആരുടേതാ? ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ദൈവത്തിന്റെ കുഞ്ഞാട്, ലാംബ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കുഞ്ഞാടാണ്. സ്തോത്രം. ദാറ്റ് മീൻസ് ഇറ്റ്സ് പ്രൊവൈഡഡ് ദിസ് sacrificial animal or this sacrifice of propitiation or of atonement has been provided by and from God. സ്തോത്രം. ഈ യാഗം, ഈ യാഗവസ്തു ദൈവത്തിന്റെ ദാനമാണ്. ദൈവമാണ് നൽകിയിരിക്കുന്നത്. മനുഷ്യരുടെ ആരുടെയും അവകാശത്തിൽപ്പെട്ട, മനുഷ്യരുടെ ആരുടെയും കരുതലിൽപ്പെട്ട ഒന്നല്ല യേശുവിന്റെ യാഗം. സ്തോത്രം. മനുഷ്യരുടെ കരുതലിലായിരുന്നെങ്കിൽ ഒത്തിരി കുഞ്ഞാടുകൾ വേണ്ടി വന്നേനെ. ഓരോ പെസഹ കുഞ്ഞാടായിരുന്നെങ്കിൽ ഓരോ കുടുംബത്തിനും ഓരോ. അല്ല, ഹോമയാഗമോ പാപയാഗമോ അകൃത്യയാഗമോ ഒക്കെ ആയിരുന്നെങ്കിൽ ഓരോ വ്യക്തിക്കും ഓരോന്ന് എന്ന കണക്കിൽ വേണമായിരുന്നു. എന്നാൽ ഇവിടെ ദൈവമാണ് ഇതിന്റെ സ്രോതസ് എന്നതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ആ ഒരു യാഗം മതിയാവും. അതുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാട് ഒരു 1500ഓളം വർഷം ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷം 1500ഓളം വർഷം ഇസ്രായേൽ ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ കുടുംബത്തിനു വേണ്ടിയും യാഗം കഴിച്ചു. പക്ഷേ പ്രയോജനം ഒന്നുമില്ലായിരുന്നു. അങ്ങേയറ്റം പോയാൽ ഒരു പെസഹ യാഗത്തിൻ്റെതാകട്ടെ, ഒരു അകൃത്യ യാഗത്തിൻ്റെയോ ഹോമയാഗത്തിൻ്റെയോ ഒക്കെ ആകട്ടെ, അതിൻ്റെ വാലിഡിറ്റി എത്ര നാളായിരുന്നു? അങ്ങേയറ്റം പോയാൽ ഒരു വർഷം, ഒറ്റ വർഷം. അടുത്ത വർഷം വീണ്ടും യാഗം കഴിക്കണം. പെസഹ ഉൾപ്പെടെയുള്ള സകല യാഗങ്ങൾക്കും കാലാവധി അങ്ങേയറ്റം പോയാൽ ഒറ്റ ഒരു വർഷം. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ കുഞ്ഞാടായി
എല്ലാവർക്കും വേണ്ടി അവൻ നൽകപ്പെട്ടതുകൊണ്ട്. സ്തോത്രം. യേശുവിന്റെ കാൽവറി യാഗത്തിന്റെ കാലാവധി, വാലിഡിറ്റി എത്ര വർഷത്തേക്കുണ്ട്? ഹല്ലേലൂയ. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവൻ സാധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് പേനായും ബുക്കും ബൈബിളുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് പോലെ ഇരിക്കാൻ ഒക്കത്തില്ലായിരുന്നു. കുറഞ്ഞത് 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയെങ്കിലും പിടിച്ചുകൊണ്ട് വരണമായിരുന്നു. സ്തോത്രം. യാഗം കഴിച്ച് ക്ഷീണിക്കുകയല്ലാതെ പ്രയോജനമില്ലായിരുന്നു. ആരാധകന് പ്രയോജനമില്ലാത്തൊരാരാധന എന്നും അർപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് നടക്കുന്നില്ല. എന്നാൽ യേശു ദൈവത്തിന്റെ കുഞ്ഞാടായി നമുക്കെല്ലാവർക്കും വേണ്ടി അറുക്കപ്പെട്ടതുകൊണ്ട് ഒരിക്കലായി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധ്യമായി. ആ 3 പദങ്ങളും കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പഠിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു. എന്നിട്ട് ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. യേശു അറുക്കപ്പെട്ട കുഞ്ഞാട്. സ്തോത്രം. പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട്, പാപത്തിന് പരിഹാരമായി തീരുന്ന കുഞ്ഞാട്, പാപത്തെ കഴുകിക്കളയുവാൻ പുണ്യാഹ രക്തം ചൊരിയുന്ന കുഞ്ഞാട്. സ്തോത്രം. നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്, നിർദോഷവും നിഷ്കളങ്കവുമായ രക്തമുള്ള കുഞ്ഞാട്. സ്തോത്രം. അതെ, യേശു നമുക്കെല്ലാവർക്കും വേണ്ടി യാഗമായി, പരമയാഗമായി. അതാണ് യേശുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാടായി നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. ഈ 4 കാര്യങ്ങൾ യേശുവിനെ കുറിച്ചുള്ളത് നമുക്ക് പഠിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ അഭിമാന പുരസ്സരം കർത്താവിനെ പിൻഗമിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.